2014 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന ഓൾ ഒറിജിനൽ വരുന്ന വാഹനം നമുക്ക് ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനം കേട്ടോ. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിടാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റോക്ക് വളരെ കമ്മിയാണ് ഇന്നോവ. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ ഇതിൻ്റെ ടച്ചിങ് ആൻഡ് പോളിഷിനൊക്കെ നമുക്ക് ഒരു മാസത്തെ ടൈം നിങ്ങൾ തരണം. ഒരുപാട് വാഹനം അവിടെ പെൻഡിങ്ങിൽ വർക്കിലുണ്ടായതുകൊണ്ടാണ് പറയുന്നത്. ഇതും ഒരുപാട് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഒറിജിനൽ വരുന്ന വാഹനമാണ്. ഫുള്ള് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ചെറിയ ചെറിയ മൈനറായില്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,68,000 കിലോമീറ്ററാണ് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60-70% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. 16 സൈസ് ക്രിസ്റ്റൻ്റെ അലോയ്സാണ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 7 സീറ്റ് വാഹനമാണ്. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷനാണ്. ഈ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്യാണ്ട് അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 9,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് വാഹനം കൊടുക്കാൻ കഴിയും. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മങ്ങലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. പോളിഷ് ചെയ്താൽ ക്ലിയർ ആവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ വമ്പറിനമ്മലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നമുക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനം ഉണ്ടോ. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന മെക്കാനിക്കൽ സൈഡാണ്. അപ്പോൾ ഈ വാഹനം ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി. ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. വന്ന അതേ കണ്ടീഷനിലായതുകൊണ്ട് അവിടെ ഓടിയുന്ന വണ്ടി എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി ഒറിജിനൽ ഹെഡ്ലൈറ്റാണ്. ഇത് നമുക്ക് ചെറിയൊരു പായലുമാരിലെ സംഭവങ്ങളുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ പക്ക കണ്ടീഷനായി കറക്റ്റാണ്. നല്ല അടിപൊളി തെളിച്ചത്തിൽ കിട്ടും. അതേപോലെ ഇതിൻ്റെ ബോണറ്റുമ്പിലൊക്കെ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 പ്രാവശ്യം പോളിഷ് ചെയ്തിൻ്റെ ഈ ഒരു എഡ്ജിലും കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഫുൾ കോട്ട് പെയിൻറ്റ് അടിച്ചാലേ ഒരു വൃത്തിയാവുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി പെയിൻറ്റ് കാര്യം നമ്മൾ ചെയ്യുക. അതേപോലെ ഫെൻഡറിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്. ബമ്പറിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ ചെറിയ മൈനർ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്യും. അടിഭാഗത്ത് ചെറിയൊരു പൊട്ടുണ്ട് കേട്ടോ. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് കമ്പനി പെയിൻറ്റ് വരുന്നൊരു വാഹനം തന്നെ കേട്ടോ. സിൽക്കി ഗോൾഡിൽ ഫുള്ള് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തുനിന്നും നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലേ ഡിക്കിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക് ടൈലാമ്പ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു ഭാഗത്ത് നിലവിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ. 2 സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഇൻറ്റീരിയർ ഭാഗം ഒരു രക്ഷയില്ല. അത്രയും ക്ലീനാണ് ഇൻറ്റീരിയർ ഭാഗം കേട്ടോ. സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. വി ഓപ്ഷൻ ആയതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. കമ്പനി സെറ്റ് വരുന്നുണ്ട്. സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്. ഡോർ പേഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഏതൊരു ഭാഗത്ത് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സീറ്റും ഇല്ല കേട്ടോ. ഇൻറ്റീരിയർ ഭാഗത്ത് നമുക്കൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ ചെറിയൊരു ഡൗൺ കോട്ട് പെയിൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ നമ്മൾ വന്ന അതേ കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് കേകി ഒന്ന് നേരെ വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മൾ കൂടുതൽ വാഹനങ്ങളും ഇതേ കണ്ടീഷനിൽ കാണിച്ചു കൊടുത്തിട്ടാണ് കസ്റ്റമർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ്. എൻജിൻ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. മെക്കാനിക്കൽ സൈഡ് ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം കേട്ടോ. ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ഓസ് ചെറിയ സ്ക്രാച്ചിൻ്റെ അതുകൊണ്ടാണ് ഇത് നമ്മൾ മാറ്റി കൊടുക്കും. അതേപോലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും കേട്ടോ. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അപ്പോൾ ഈ വാഹനം കംപ്ലീറ്റ് എക്സ്റ്റീരിയർ ഭാഗങ്ങൾ പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ട് ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഓൾറെഡി ഷോറൂം കണ്ടീഷനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല വൃത്തി തന്നെ ഉള്ളത്. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് പക്ക കണ്ടീഷനാക്കിയിട്ട് നിങ്ങൾ പറയുന്ന ഏത് ആർടി ഓഫീസിക്കും നമ്പർ ആക്കിയിട്ട് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. 9,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. 14-15 രജിസ്ട്രേഷൻ വരുന്ന വാഹനം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കുറ്റമറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.